ഇന്ന് നമുക്ക് കോട്ടയിൽ ഡിഫറെൻറ്റ് ടൈപ്പിൽ വന്നിരിക്കുന്ന, അതായത് കോട്ടയിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസും കളറിലുള്ളതുമുണ്ട്. അതേപോലെ ഒരു ക്രീം ബേജ് ബ്ലെൻഡ് ആയിട്ടുള്ള ടോണിൽ വന്നിരിക്കുന്ന വേറൊരു ടൈപ്പ് എംബ്രോയ്ഡറിയിൽ വന്നിരിക്കുന്ന സാരീസും ഉണ്ട്. അപ്പോൾ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ വന്നിരിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വരുന്നത് ഇതേപോലെ ഒരു അല്പം ഒരു പീച്ച് പിങ്ക് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോണാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. സ്റ്റാർച്ച് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ ഉടുക്കാം. അയൺ ചെയ്ത് ഉപയോഗിച്ചാൽ മതി. പിന്നെ കുറച്ച് പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒന്ന് അയൺ ചെയ്താൽ മതി. സ്റ്റാർച്ച് ചെയ്യുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് കണ്ടോ, അതിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു ആപ്ലിക് വർക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് തോന്നും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ബോത്ത് സൈഡ്സ് ഇതേപോലെ സ്കാലപ്പ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ സ്കാലപ്പ് വർക്കാണ് ബോത്ത് സൈഡ്സ് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ സാരീസാണ്. 2750 റേഞ്ചിലാണ് സാരീസ് വന്നിരിക്കുന്നത്. നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ അതേപോലെ ലോവർ ഹാഫിലാണ് ആ വർക്ക് വരുന്നത്. മുന്താണിയിലേക്ക് വരുമ്പോൾ മുന്താണിയിൽ ഈ ഒരു വർക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുണ്ടാകും. അതേ ആ സെയിം വർക്ക് ബോഡിയിലെ വർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിൽ ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക്. 2750 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. നല്ല ലൈറ്റ് വെയ്റ്റ് സാരീസാണ്. നമുക്ക് നല്ല എന്തെങ്കിലുമൊക്കെ ഒരു ഒക്കേഷനെ കൊടുത്താലും നല്ലൊരു റിച്ച് ലുക്ക് തോന്നുന്ന സാരീസാണ് കേട്ടോ. കോട്ട സാരീസിൻ്റെ നല്ല കൂടിയ മെറ്റീരിയലിൽ വന്നിരിക്കുന്നതാണ്. അടുത്തത് കണ്ടോ, നല്ലൊരു പേസ്റ്റൽ യെല്ലോ സെയിം പാറ്റേൺ. ഇതിൻ്റെ ആ എംബ്രോയ്ഡറി വർക്ക് ബ്യൂട്ടിഫുൾ ആട്ടോ. നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി വർക്ക്. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ ബ്ലൗസിൽ ഫുൾ ഈ ഒരു ചെറിയ വർക്കും കൂടെ വരും. അതിൻ്റെ സൈഡ്സൊക്കെ സ്കാലപ്പ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 2750. ലൈറ്റ് വെയ്റ്റ് സാരി ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാട്ടോ ഇതൊക്കെ. അടുത്ത് വരുന്നത് ഒരു ഓഫ് വൈറ്റിൽ കണ്ടോ, ഇത് നല്ലൊരു കോമ്പിനേഷൻ. ഒരു ബേജ് കോമ്പിനേഷൻ. ഇത് കണ്ടോ, ഓഫ് വൈറ്റിൽ ഒരു ബേജ് കോമ്പിനേഷൻ. ബ്യൂട്ടിഫുൾ സാരീസ്. ഈ സാരീസ് ഉടുക്കാൻ നല്ല കംഫർട്ടാട്ടോ. നല്ല ലൈറ്റ് വെയ്റ്റുമാണ്. ഒതുങ്ങി കിടന്നോളും. പെട്ടെന്ന് ഉടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം. പിന്നെ പ്ലീറ്റൊന്നും ആരും പിടിക്കേണ്ട ഒന്നും ആവശ്യമില്ല. പ്ലീറ്റൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന മെറ്റീരിയലുമാണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതേപോലെ തന്നെ ബ്ലൗസ് സെയിം വർക്ക് തന്നെ വരുന്ന ബ്ലൗസ്. ഒരു ഓഫ് വൈറ്റ് ടോൺ. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു സീ ഗ്രീൻ ഷെയ്ഡ്. എല്ലാം നല്ല ഷെയ്ഡ്സ് ആട്ടോ. അതിനകത്ത് സീ ഗ്രീൻ്റെ തന്നെ 1 ടോൺ ഡാർക്കറായിട്ടുള്ള ത്രെഡ് വെച്ചിട്ടാണ് എംബ്രോയ്ഡറിയും വന്നിരിക്കുന്നത്. എല്ലാത്തിലും അങ്ങനെയാട്ടോ. ഒരു 1 ടോൺ ഡാർക്കർ ത്രെഡ് വെച്ചിട്ടാണ് എംബ്രോയ്ഡറി വരുന്നത്. 2750 റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ സാരീസ്. ഒരു ബാപ്റ്റിസത്തിനോ ഹോളി കമ്മ്യൂണിയനോ അങ്ങനെയൊക്കെ കൊടുക്കണമെങ്കിലും ഓഫ് വൈറ്റോ ഒന്നും പ്രിഫർ ചെയ്യാത്തവർക്ക്, ലൈറ്റ് ഷെയ്ഡ് പേസ്റ്റൽ ഷെയ്ഡ് വേണം എന്നുള്ളവർക്ക് ഇതൊക്കെ നല്ല സാരീസാണ്. നല്ലൊരു ബേബി പിങ്ക് ടോൺ. എല്ലാം സെയിം പാറ്റേൺ തന്നെ, കളറിൽ മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ. ചെറിയ ഡിസ്റ്റൻസിൽ ഇപ്പോഴായിരിക്കും കറക്റ്റ് കളർ കേട്ടോ. ബേബി പിങ്ക്. അടുത്തത് വരുന്നത് വേറൊരു പാറ്റേൺ ആണ്. ഇത് വരുമ്പോൾ ഇതും നമുക്ക് ഒരു സൂപ്പർ നെറ്റ് കോട്ടയിൽ തന്നെ വരുന്ന മെറ്റീരിയലാണ്. ഇതിനകത്ത് ഇതിൻ്റെ റേറ്റ് വരുന്നത് 2270. ചെറുതായിട്ടൊരു ടിഷ്യൂവിൻ്റെ ത്രെഡ്, അതായത് ആ ഗോൾഡൻ്റെ ഒരു ചെറിയ ത്രെഡും കൂടെ ഇടയ്ക്ക് കൂടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാട്ടോ സാരി. അതിനകത്ത് ഓൾ ഓവർ ദ ബോഡിയിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഉണ്ട്. ഇതിൻ്റെ കളറ് വരുന്നത് ഒരു ക്രീം എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ക്രീം. അങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന പാലിൻ്റെ പാടയൊക്കെ പോലെയുള്ള അങ്ങനത്തെ ഒരു ക്രീമില്ലേ, ആ ക്രീമല്ല കേട്ടോ. അതിനേക്കാളും നല്ല സറ്റിലായിട്ടുള്ളൊരു ഈ ദേശി ടസറിൻ്റെയൊക്കെ ഒരു കളറ് വരില്ല, ഏകദേശം അതുപോലെയുള്ളൊരു ഷെയ്ഡാണ്. 2 സൈഡ് സ്കാലപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കാലപ്പ് ചെയ്ത് വരുമ്പോൾ സ്കാലപ്പ് കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ ഇതേപോലെ ഒരു ഏറ്റക്കുറച്ചിൽ വരും ആ വിഡ്ത്തിന്. അത് നോർമലാണ്, ഈ ടൈപ്പ് സാരീസിനെല്ലാം വരും. കാരണം ഇത്രയും പോർഷൻ സ്കാലപ്പ് ചെയ്തിരിക്കില്ലേ, അതുകൊണ്ട്. മുന്താണി വരുമ്പോൾ ഇതാണ് മുന്താണി. നല്ലൊരു ബ്യൂട്ടിഫുൾ മുന്താണി.
നമുക്കൊരു ചർച്ച് വെയറായിട്ടും ഫങ്ഷനും ഒക്കെ കൊടുക്കാൻ നല്ല സാരീസ് കേട്ടോ. പ്ലെയിൻ ബ്ലൗസ് 2270 ഇതിൻ്റെ റേറ്റ് വരുന്നത്. സെൽഫ് ടോണിൽ തന്നെ വന്നിരിക്കുന്ന വർക്കും. അടുത്തത് വരുന്നതും ആ ഒരു ഷെയ്ഡിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വരുമ്പോൾ ഇതേപോലെ ചെറിയൊരു ടിഷ്യൂ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ. ഇതേപോലെ ഓൾ ഓവർ ദ ബോഡി എംബ്രോയിഡറി. അതിനകത്ത് താഴെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ അതേപോലെയാണ്. മുന്താണി വരുമ്പോൾ ഇതേപോലെ വരും. ഇതിൻ്റെ റേറ്റ് എത്രയാണ്? റേറ്റ് ഓക്കെ, ഇത് 1980 ഇതിൻ്റെ റേറ്റ് വരുന്നത്. സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും 1980. ഇത് നമുക്ക് കോട്ട മെറ്റീരിയൽ അല്ല കേട്ടോ. ഇതൊരു ചെറിയൊരു ചന്തേരി ഫീലും അതിനകത്തെ കൂടെ ചെറിയൊരു ഗോൾഡൻ ത്രെഡിൻ്റെ വർക്കും കൂടെ വരുന്ന മെറ്റീരിയലാണ്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസ് ഇതേപോലെ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ, ആ ടിഷ്യൂവിൽ തന്നെ വന്നിരിക്കുന്ന സ്ട്രൈപ്സ് പാറ്റേൺ ആണ് ബ്ലൗസ് വരുന്നത്. 1980. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.